ചെറിയ കുഞ്ഞു മക്കളുള്ള അമ്മമാരും പെങ്ങന്മാരും നിർബന്ധമായിട്ട് ഈ ഒരു വീഡിയോ കാണണം. ഈയിടെയായി ഒരു കുഞ്ഞ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു, പാല് തൊണ്ടയിൽ കുടുങ്ങിയിട്ട്. അതിനെക്കുറിച്ചിട്ട് ഗൈനക്കോളജിസ്റ്റ് ആയ നമ്മളെ കമ്മാപ്പ സാറ് ഒരു വിശദമായ ഒരു വിവരം നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ഇങ്ങനെ സംഭവിച്ചാൽ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞു മക്കളുള്ള അമ്മമാരും പെങ്ങന്മാരും നിർബന്ധമായിട്ടും കാണണം. ഇതിനകത്ത് ശരിക്കും സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പാല് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുലപ്പാൽ വയറ്റിനകത്തേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ദഹിക്കാൻ തുടങ്ങും. ഈ ദഹിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പാല് നമ്മൾ തൈര് പോലെയാവും, കട്ടായിട്ടുണ്ടാവും. ഈ കുട്ടി പാല് കുടിക്കുമ്പോൾ, അത് മുലപ്പാലായാലും ശരി കുപ്പിപ്പാലായാലും ശരി, പാല് കുടിക്കുന്ന സമയത്ത് ഈ കുടിക്കുന്നതിൻ്റെ ഒപ്പം പാലിൻ്റെ ഒപ്പം കുറേ എയർ, അന്തരീക്ഷത്തിലെ എയറും കൂടി കുട്ടിയുടെ വയറ്റിൽ പോകും. അത് സ്വാഭാവികമാണ്, ഉണ്ടാവും. അപ്പോൾ ഈ പാല് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ കൊച്ചിനെ തോളിൽ ഇങ്ങനെ ഇട്ടിട്ട്, തോളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ് നമ്മുടെ തോളിൽ പ്രസ് ചെയ്ത് ഇങ്ങനെ കിടന്നിട്ട് തോളിൽ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ഗ്യാസ് പുറത്തേക്ക് പോകുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. ബർപ്പിംഗ് എന്നാണ് അതിന് പറയുക നമ്മൾ ഈ ചെയ്യുന്നതിന്. ഇത് കൃത്യമായിട്ട് ചെയ്താൽ ഒരു പരിധിവരെ നമുക്കിത് ഒഴിവാക്കാൻ പറ്റും. കാരണം ഇങ്ങനെ കുട്ടി ഇത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്യാസോടുകൂടി കുട്ടിയെ കിടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഈ ഗ്യാസ് പുറത്തേക്ക് വരുമ്പോൾ ആ തേട്ടലോട് കൂടിയിട്ട് ഈ ദഹിച്ച പാലും കൂടി ഇങ്ങ് വരുമ്പോൾ അത് അങ്ങനെ തന്നെ ശ്വാസനാളത്തിലേക്ക് പോവുകയാണ്. കുഞ്ഞിൻ്റെ ശ്വാസനാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നേരിയതാണ്, വളരെ ചെറിയ ട്യൂബുകളാണ്. ഇതിനകത്ത് ചെറിയ ഇതിൻ്റെ കട്ട പോയി അടഞ്ഞാൽ മതി, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തൊണ്ടയിലാണെങ്കിൽ നമുക്കിപ്പോൾ ആശുപത്രിയിൽ ചെന്നാൽ ഇത് വലിച്ചെടുക്കാൻ പറ്റും, പക്ഷേ ലങ്സിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഗതിയാണത്. ഒട്ടും പ്രതീക്ഷിക്കാതെ നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളാണ് ഇങ്ങനെ പോകുന്നത്. അപ്പം ഇതിന് ചെയ്യേണ്ടത് ഇത് കൃത്യമായിട്ടുള്ള ബർപ്പിംഗ്. ഈ പാല് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തോളിലിട്ട് തട്ടി അത് ഗ്യാസ് പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം കുഞ്ഞിനെ കിടത്തുക. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ പഴയ കാലത്ത് ഇപ്പോൾ ഈ തൊട്ടി, ഇങ്ങനെ തുണി കൊണ്ടുള്ള തൊട്ടി ഉണ്ടല്ലോ, ഈ തൊട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നക്കാരാണ്. കാരണം ഇതിനകത്ത് കുഞ്ഞിന് എന്താ സംഭവിക്കുക നമുക്ക് കാണാൻ പറ്റില്ല. ഇതിനകത്ത് കിടത്തി കഴിഞ്ഞാൽ സംഗതി ചെയ്യുന്നതാണ്, കുഞ്ഞിന് കിടക്കാൻ സുഖം അതാണ് കേട്ടോ, ഈ ഓപ്പൺ ക്രാഡിലിനേക്കാളും. പക്ഷേ ഇത് ബർപ്പിങ് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടിലേതായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഇതിന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനുള്ള, വേറെ മാർഗ്ഗങ്ങളൊന്നും ഇതിനകത്തില്ല. പക്ഷെ ഇപ്പോൾ വിദേശത്തൊക്കെ കുറച്ച് കുഞ്ഞിനുള്ള മോണിറ്ററുകളൊക്കെ ഉണ്ട്, അത് നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ല. കുഞ്ഞിന് ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അലാം അടിക്കുന്ന രീതിയിലുള്ള മോണിറ്ററുകളൊക്കെ അവൈലബിൾ ആണ്. കാരണം നമ്മുടെ നാട്ടിലില്ലാത്തത് കൊണ്ട് ഈ ബർപ്പിംഗ് മാത്രമേ നമ്മുടെ നാട്ടിൽ ഇത് തടയാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതും ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാവുന്ന ഒരു മരണമാണത്. അതാണ് അതിൻ്റെ സങ്കടം. ഈ കുട്ടികൾക്ക് ഈ കിടത്തി മുലപ്പാൽ കൊടുക്കുന്നതൊക്കെ കാണുന്നുണ്ട്, അത് ശരിക്കും അത് വലിയ വ്യത്യാസമില്ല. അങ്ങനെയില്ല, നമ്മൾ ഇരുത്തി കൊടുത്താലും കിടന്നു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ ഗ്യാസ് ഉള്ളിലേക്ക് പോയാലും സംഭവിക്കും. അതിപ്പോൾ മുലപ്പാൽ കുപ്പിപ്പാൽ കുടിച്ചാലും സംഭവിക്കും. അതെന്തായാലും കുട്ടികൾ കുടിക്കുമ്പോൾ അവരിങ്ങനെ സക്ക് ചെയ്യുമ്പോൾ ആ കുറച്ച് എയറും കൂടി അതിനുള്ളിൽ പെടും. അത് നിർബന്ധമാണ്, പെടാതിരിക്കില്ല. പക്ഷേ അത് ഈ ബർപ്പ് ചെയ്തിട്ട് ആ എയർ പോകണം. കുട്ടി ഇങ്ങനെ ഏമ്പക്കം നമുക്ക് കേൾക്കാൻ പറ്റും. അത് ശരിക്കും കുട്ടികളെ അമ്മമാർക്ക് അത് അറിയാൻ പറ്റുമത്, അവർക്ക് ശരിക്കും കേൾക്കാം. ആ സൗണ്ട് കേൾക്കാം, എന്നുള്ള സൗണ്ടിലൂടെ കേൾക്കാം. അതിന് ശേഷം മാത്രം കുട്ടിയെ കിടത്തുക. അപ്പോൾ ഈ പ്രശ്നം വരില്ല. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പെട്ടെന്ന് ഇത് സംഭവിക്കുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, കുഞ്ഞിനെ, ചെറിയ കുട്ടികളായിരിക്കുമല്ലോ, അങ്ങനെ കാലിൽ തൂക്കി പിടിച്ച് കഴിഞ്ഞിട്ട് പുറത്ത് തട്ടി കൊടുക്കുക. അപ്പോൾ പക്ഷെ അത് ഈ തൊണ്ടയിലുള്ളതേ വരുള്ളൂ, ലങ്സിനകത്തേക്ക് പോയത് വരില്ല. അത് ഇവൻ ആശുപത്രിയിൽ പോയിട്ട് നമ്മൾ സക്ഷൻ മെഷീൻ ഉപയോഗിച്ചാൽ പോലും കിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നേരിയ ശ്വാസനാളൊക്കെ വളരെ ചെറുതാണല്ലോ പ്രസവിച്ച കുഞ്ഞിൻ്റെ. അപ്പോൾ ഈ സാധനം പോയി അകത്തേക്ക്, ലങ്സിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടില്ല, ഒരു വിധത്തിൽ ഇത് വരില്ല. തൊണ്ടയിലുള്ളതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ തട്ടിക്കെടുത്ത് കഴിഞ്ഞാൽ അധികം തൊണ്ടയിലുള്ളത് ഇങ്ങ് പോരും. തൊണ്ടയിലുള്ള തടസ്സം ചിലപ്പോൾ മാറി കിട്ടിയേക്കും. പിന്നെ കൃത്രിമ ശ്വാസോച്ഛ്വാസം, പക്ഷേ ശ്വാസോച്ഛ്വാസം കൊടുത്താലും അകത്തേക്ക് പോയാൽ രക്ഷയില്ല.